ഭൂത, പ്രേത, പിശാചം തുടങ്ങിയ ബാധകളൊക്കെ ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കുകയല്ലേ. ഇത്യാദി കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. മനസ്സ് നല്ല ദാർഢ്യം ഉണ്ടാവും, ലക്ഷ്യത്തിൽ നല്ല സ്ഥിരത ഉണ്ടാവും, ലക്ഷ്യബോധം, മനസ്സിന് പവർ, ഇതൊക്കെ ഉണ്ടായി വന്നോളും. അല്ല അതിനുവേണ്ടി 50,000 കാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഗുരുജി, നമ്മളിപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഈ സാധനയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങളെല്ലാം ഉണ്ടോ? ഞാനിവിടെ സാധാരണക്കാരെയൊന്നും കാണുന്നില്ല, ഞാൻ ഈശ്വരനെ കാണുമല്ലോ. ഈശ്വരൻ എന്ത് സാധന എന്തിനാ ഈ സാധന ചെയ്യുന്നത്? എല്ലാവരും ഈ സാധന എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഈ സാധന ഇടയ്ക്ക് എന്തെങ്കിലും ലക്ഷ്യം വേണ്ടേ? അല്ലാതെ എന്തിന് സാധനയ്ക്ക് എന്തെങ്കിലും ഉദ്ദേശം വേണ്ടേ? നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്തതിന് ശേഷം അപ്പം ഞാൻ രക്ഷിക്കാവുന്നേ. അതിന് വേണ്ടുന്ന കാര്യം നമ്മളപ്പം പറയാവുന്നേ, അല്ല ചുമ്മാ സാധനയും തന്നെ. ശാന്തമായിട്ടിരിക്കാനുള്ള സാധനയൊക്കെയാണ് ഓക്കെ, നമ്മൾ നിത്യം ഇവിടെ ചെയ്യുന്നുണ്ട്. സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി എന്നും അത് രാവിലെ നമ്മൾ 6:30 മണിക്ക് ഇവിടെ ഗുരുപൂജ, ശിവപൂജ ഉണ്ടാവും. 2 ചാമുണ്ടി ഹവനം ഉണ്ടാവും. മനസ്സിൻ്റെ സർവ്വശക്തികളെ, കുണ്ടലിനി ശക്തികളെ ഉണർത്താനുള്ളതാണ്. അതിന് വന്നിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് അത് മാത്രം മതിയാവും. വേണ്ടുന്ന കാര്യം ഭൗതികമായിട്ടും ആധ്യാത്മിക സർവ്വ പുരോഗതിക്കും അത് ആവശ്യമാണ്. അത് കൊണ്ട് മതിയാവും. വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങൾക്ക് കറങ്ങി നടക്കണ്ട. അതുകൊണ്ട് നിങ്ങളുടെ അകത്തുള്ള എല്ലാ ശക്തികളും ഉണർന്നെഴുതേക്കും. ഈ പറഞ്ഞ ഗ്രഹബാധ, ഉപദ്രവങ്ങൾ, ഭൂത, പ്രേത, പിശാചം തുടങ്ങിയ ബാധകളൊക്കെ ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു നടക്കുകയല്ലേ. ഇത്യാദി കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. മനസ്സ് നല്ല ദാർഢ്യം ഉണ്ടാവും, ലക്ഷ്യത്തിൽ നല്ല സ്ഥിരത ഉണ്ടാവും, ലക്ഷ്യബോധം, മനസ്സിന് പവർ, ഇതൊക്കെ ഉണ്ടായി വന്നോളും. അല്ല അതിനുവേണ്ടി 50,000 കാര്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ ലോജിക്കലാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ഓരോ വശവും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചും തരാം. ഇത് നിത്യം ഇവിടെ നടക്കുന്നതാണ്. ഇവിടെ ഞാൻ ഉണ്ടെങ്കിൽ നടക്കുന്ന, ഇല്ലെങ്കിൽ കുട്ടികൾ വേണ്ടുന്ന മറ്റുള്ള ചില കാര്യങ്ങൾ ചെയ്യും. അതിനും വന്ന് പങ്കെടുക്കാം. അതാർക്കും വരാം. അതിനുവേണ്ടി സമയവും കാലവും ഒന്നും നോക്കണ്ട. എന്നും 6:30 ഇവിടെ ഉണ്ടാവും. പക്ഷെ 6 മണിയാകുമ്പോഴെങ്കിലും എത്തണം. നല്ല സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം. ധ്യാനം, പ്രാണായാമാദികളൊക്കെ ഇതിൻ്റെ അത് സംഭവിച്ചോളും. നമ്മൾ അതിനുവേണ്ടി ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. ഈ സാധനയിൽ പങ്കെടുക്കൂ. അത് ലക്ഷ്യബോധമാകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളെ പറ്റി കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് പോകാം. ഇതിലൊക്കെ വളരെ എല്ലാ രഹസ്യങ്ങളും സിദ്ധകുഞ്ചികയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. സിദ്ധിയുടെ കുഞ്ചകിയ എന്ന് വെച്ചാൽ സിദ്ധിക്കുള്ള താക്കോല. എന്ത് അറ്റൈൻമെന്റ് വേണം നടക്കും. ഇതെല്ലാം ഒത്തിരി കാര്യങ്ങൾക്ക് പോവാതെ ഒരു കാര്യത്തിലൂടെ നേടിയെടുത്താൽ അതല്ലേ സുഖം. അല്ല വലിയ കഷ്ടമല്ലേ? അത് ഓരോരുത്തർക്കും വേണ്ടുന്നതൊക്കെ അതിലുണ്ടായി വന്നുള്ളൂ. ഒരു കണ്ണാടിയാ, പക്ഷെ ഓരോരുത്തരും നോക്കും അവരുടെ മുഖമല്ലേ പ്രതിഫലിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട സാധനം അതിൽ നിന്ന് കിട്ടിക്കോളും. നിങ്ങളുടെ സാധന കാലക്രമത്തിൽ സ്വയം ഉരുത്തിരിഞ്ഞു വരുന്നുള്ളൂ. അതിന് വേണ്ടുന്ന ഗൈഡൻസും അഘോരിൽ നിന്ന് കിട്ടും. പോരെ, എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? അല്ലാതെ കിടന്ന് ഒത്തിരി ബുദ്ധിമുട്ടി ആ പെണ്ണിനി ജീവിതം എത്ര കാലം ശേഷിച്ചിരിക്കുക ആർക്കറിയാം. മരണം ഏത് നിമിഷവും വായും വിളിച്ച് നിൽക്കുക തലയ്ക്ക് മേളിൽ, ഇല്ലേ? അതുകൊണ്ട് ജീവിക്കുക, പ്ലീസ്. നന്നായിട്ട് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ഒരു ദിവസങ്ങളിൽ സന്തോഷത്തോടെ ജീവിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. പോരെ, കുറച്ച് കാലം കിട്ടുന്ന നമ്മുടെ ഭാഗ്യം. ഏതായാലും ഇപ്പോഴും ആരോഗ്യമുണ്ടല്ലോ, പണിയെടുക്കാൻ ഒരു മനസ്സും ശരീരവും ഒക്കെ ഉണ്ടല്ലോ. നമുക്കതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വേണ്ടിയെങ്കിലും ജീവിച്ചുകൂടെ? നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ കൂടുതലുള്ളവർക്കും പ്രയോജനമാവുന്നേ. അല്ല വല്ലവർക്കും വേണ്ടി ജീവിച്ചാൽ നമുക്കും പ്രയോജനം ഉണ്ടാവില്ല, അവർക്കും ഉണ്ടാവില്ല. നമ്മൾ അവസാനം കറിവേപ്പില പോലെ നമ്മളെ എടുത്ത് പുറത്ത് കളയുകയുള്ളൂ. സ്വന്തം കാലം എന്ന ഒന്നുമില്ലെങ്കിലും നമുക്കെങ്കിലും അഭിമാനവും സന്തോഷവും ഉണ്ടാവുമല്ലോ. അതെങ്കിലും ചെയ്യുക. അതുകൊണ്ട് എൻ്റെ മുത്ത് ഇവിടെ ഒന്നങ്ങ് ചെയ്യുക. ബസ് ബാക്കി എന്നെ ആലോചിക്കാനാ. ഇടയ്ക്ക് വന്ന് നിൽക്കുക 1-2 ദിവസമൊക്കെ. ഇവിടെ വന്നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. ഈ വഴിക്ക് പോകുന്ന ഈ വഴിക്ക് ഇറങ്ങും. അപ്പം നമുക്ക് തീരുമാനിക്കാം. എല്ലാ വഴിയിലും നമുക്ക് വേണ്ടതൊക്കെ കിട്ടും. അധ്യാത്മത്തിലാവട്ടെ ഭൗതികത്തിലാവട്ടെ, ഏത് വഴിയും രണ്ട് വഴിയല്ലെന്നേ. ഒന്ന് ശക്തിയുടെ വഴി, ഒന്ന് ശിവന്റെ വഴി. രണ്ടും ഒന്നല്ലേ? ഇത് പിടിച്ചാൽ ഇവിടെ എത്തും, ഇത് പിടിച്ചാൽ ഇവിടെ എത്തുന്നില്ല. അതാണ് നമ്മുടെ സാധന വികല സാധനയാണെന്ന് അർത്ഥം. ശക്തിയെ പിടിച്ച ശിവനെ കിട്ടിയില്ലെങ്കിൽ, ശിവനെ പിടിച്ച ശക്തിയെ കിട്ടിയില്ലെങ്കിൽ അത് പൂർണ്ണ സാധനയാവില്ല. ഒന്നിനെ തന്ത്രം എന്ന് പറയും, ഒന്നിനെ യോഗം എന്ന് പറയും. നമ്മളതുകൊണ്ട് തന്ത്രയോഗം. തന്ത്രം എന്ന് വെച്ചാൽ ശക്തി, യോഗം എന്ന് വെച്ചാൽ ശിവൻ. അഘോറിന്റെ തന്ത്രയോഗ സാധനയിൽ സമ്പൂർണ്ണതയാവുള്ള ഒന്നിനെ ഒഴിവാക്കിയിട്ടില്ല, എന്നാൽ ഒന്നിനെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. വന്നാൽ വെൽക്കം, പോയാൽ അത്രയും തിരക്കൊഴിയും. അത്രേ ഉള്ളൂ. എപ്പോഴും സന്തോഷമായിരിക്കാം, ശാന്തമായിരിക്കും. റാം.